ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ ഇത് എക്സ്ക്ലൂസീവ്ലി +2 അക്കൗണ്ടൻസി AFS ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ എങ്ങനെ നന്നായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിന് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളൊരു സ്ട്രാറ്റജി ഫോം ചെയ്യണം. നമ്മൾ മുന്നേ ചെയ്ത വീഡിയോയിൽ എങ്ങനെ പാർട്ട് 1-ൽ നിന്ന് 26 മാർക്ക് സിമ്പിളായിട്ട് വളരെ കുറച്ച് എഫേർട്ട് കൊണ്ട് നമുക്ക് 26 മാർക്സ് സ്കോർ ചെയ്യാമെന്ന് നമ്മൾ നോക്കിയിരുന്നു. ഇനി ബാക്കി 48 മാർക്കിലേക്ക് എത്തണമല്ലോ. നമുക്ക് 48 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പാകത്തിന്. ഓക്കെ, കാരണം 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ 48 മാർക്ക് സ്കോർ ചെയ്യുന്നതിന് നമുക്ക് 22 മാർക്ക് വേണം. അതെങ്ങനെ സിമ്പിളായിട്ട് AFSൽ നിന്ന് സ്കോർ ചെയ്യാമെന്നാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ AFSൻ്റെ പോർഷൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 5 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. 5 നിങ്ങൾക്ക് ശരിയാക്കാമല്ലോ. 2 മാർക്ക് അവിടെ നമുക്ക് കിട്ടിയതായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഇനി ബാക്കി നമുക്ക് 20 മാർക്കാണ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. 20 മാർക്കിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് വരിക 2 മാർക്കിൻ്റെ 4 ചോദ്യങ്ങളാണ്. 2 മാർക്കിൻ്റെ 4 ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇഷ്യൂ ഓഫ് 15,000 8% ഡിബഞ്ചേഴ്സ് പ്രീമിയത്തിലും ഡിബഞ്ചേഴ്സ് റെഡീമബിൾ ആയിട്ടുള്ളത് പ്രീമിയത്തിലും റെഡീമബിൾ പ്രീമിയത്തിൽ അല്ലാതെയും ഒക്കെ ആയിട്ട് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന ജേർണൽ എൻട്രി ചോദിക്കാറുണ്ട്, റിപ്പീറ്റഡ്ലി ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊരു ഫിക്സഡ് ആയിട്ടുള്ള രീതിയാണ്. നമ്മൾ അത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 2 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ചോദിക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ലിമിറ്റേഷനോ അതിന്റെ ഇമ്പോർട്ടൻസോ അതിന്റെ ഒബ്ജക്റ്റീവോ ചോദിക്കും. അത് സ്കോർ ചെയ്യാം. പിന്നെ നമ്മൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിന്റെ പഠിക്കണം. നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പഠിക്കുമ്പോൾ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിന്റെ ഇൻവെസ്റ്റിങ്ങിന്റെ ഫൈനാൻസിങ് ആക്ടിവിറ്റി ഉണ്ട്. അത് നമ്മൾ എന്തായാലും അതിനു വേണ്ടി പഠിക്കും. അപ്പോൾ അത് പഠിച്ച ഒരാൾക്ക് ഇവിടെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ 2 മാർക്കിന്റെ വന്നാൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ 2, 4, 6 ഓക്കെ, 8 മാർക്ക് സ്കോർ ചെയ്യാം. അതിൽ 2 മാർക്ക് കഴിഞ്ഞിട്ട് 6 മാർക്ക് കിട്ടിയെന്നായിട്ട് കണക്കാക്കാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി എത്ര മാർക്ക് വേണം? 14 മാർക്ക് നമുക്ക് വേണം. നമ്മുടെ എയിം 48 മാർക്കാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 14 മാർക്കിലേക്ക് വേണ്ടി അടുത്ത സെക്ഷൻ 3 മാർക്കിൻ്റെ 5 ചോദ്യങ്ങൾ വരും. 3 മാർക്കിൻ്റെ 5 ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സിൻ്റെ ഡിഫറൻസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒബ്ജക്റ്റീവ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തിനൊക്കെയാണെന്നുള്ളത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 3, 3, 6, 3, 9 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആണ്. നോക്കി, നേരത്തെ കണ്ട അതേ കാര്യം തന്നെ. അസറ്റ്സ് വാങ്ങിച്ചു ബുക്ക് വാല്യൂലാണ്. പർച്ചേസ് കൺസിഡറേഷൻ എങ്ങനെയാണ് ചെയ്തത്? പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് ഡിബഞ്ചറും അത് അറ്റ് പ്രീമിയം ഓഫ് 10% ആണ്. ഇതും ഫിക്സഡ് ആണ്. ഇതേ രീതിക്ക് തന്നെ ജസ്റ്റ് പേരും എമൗണ്ടും മാത്രം മാറ്റി ചോദിക്കുന്നത്. അവിടെയും നിങ്ങൾക്ക് 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ അതിന്റെ ഇക്വേഷൻ പഠിച്ചാൽ അതും സ്കോർ ചെയ്യാം. ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റി ലോങ് ടേം ലോൺ ഇവിടെ കൂടിയിട്ടുണ്ട്. 5 ലക്ഷം ആയിരുന്നു 6 ലക്ഷം ആയിട്ടുണ്ട്. കമ്പനി 75,000 ലോൺ റീപേ ചെയ്തിട്ടുണ്ട്. സോ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പഠിച്ചാൽ ഇതും ചെയ്യാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ 15 മാർക്കിൽ നമുക്ക് ഏകദേശം ഇവിടെ ഒരു 10 മാർക്ക് കിട്ടും എന്ന് വിചാരിക്കാം. 5 മാർക്ക് പോട്ടെ, 10 മാർക്ക് സ്കോർ ചെയ്യാം. 10 മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 4 മാർക്ക് നമുക്ക് മതി. 4 മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ചോദ്യം 6 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്കിൻ്റെത്, അതായത് ആപ്ലിക്കേഷൻ എമൗണ്ടും അലോട്ട്മെന്റ് എമൗണ്ടും ഫൈനൽ കോളിന്റെ ഫസ്റ്റ് കോളിന്റെ എമൗണ്ട് തരും. എന്നിട്ട് നമ്മളോട് ജേർണൽ എൻട്രീസ് എഴുതാൻ പറയും. സുഖമായിട്ട് 6 മാർക്ക് സ്കോർ ചെയ്യാം. ഒരു ജേർണൽ എൻട്രി തെറ്റിയാലും 5 മാർക്ക് നിങ്ങൾക്ക് എന്തായാലും അവിടെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം അത് ഫിക്സഡ് ആ മക്കളെ. നിങ്ങൾ അത് തന്നെ പഠിച്ചിട്ട് പോയാൽ മതി. ചില ഷെയർ ഫോർഫിറ്റ് ചെയ്തു, ചിലത് റീപേ ചെയ്തു, പ്രോറേറ്റ ബേസിസിൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞൊരു ഫിക്സഡ് ആയിട്ടുള്ള സാധനം ഉണ്ടല്ലോ, അത് തന്നെ ചോദിക്കോളും. കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് വന്നാൽ നിങ്ങൾ എന്തായാലും ചെയ്യണം. ഇതിൻ്റെ അത്രയും സൂപ്പർ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇല്ല. ഓക്കെ, കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് വന്നാൽ ഈ 6 മാർക്കിൻ്റെ 6 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. അതിൻ്റെ ആ ഒരു ഫോർമാറ്റ് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. പിന്നെ റേഷ്യോസ് ആണ് പിന്നെയും തെറ്റാൻ ചാൻസ്. കാരണം അത് എല്ലാ റേഷ്യോയുടെ ഇക്വേഷൻ അറിയണമല്ലോ. അപ്പോൾ ഈ ഒരു 6, 6, 12 മാർക്കിൻ്റെ സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് സുഖമായിട്ട് 10 മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, നമുക്ക് 4 മാർക്ക് മതിയായിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? -4. നമുക്ക് 10 മാർക്ക് സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈസിയാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്.
നന്നായിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ചാൽ AFS ആണെങ്കിലും കമ്പ്യൂട്ടറിസ്റ്റ് അക്കൗണ്ടിംഗ് ആണെങ്കിലും മാർക്ക് സ്കോർ ചെയ്യാം കേട്ടോ. ഇപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.